നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് ഞാൻ പാടുമ്പോ ശ്യാമ മാഡം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് സാരമില്ല, എന്നായാലും കുട്ടിയുടെ ആഗ്രഹം സാധിക്കും. അല്ല, ഇത്രയും ആരാധകയുള്ള ശ്യാമ മാഡത്തിനെ കാണുമ്പോ കുട്ടി എന്താ ചെയ്യാ? കുറച്ചു നേരം എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. പറ്റെങ്കിൽ ഒന്ന് തൊടണം. പിന്നെയും അനുവദിക്കുമെങ്കിൽ എനിക്ക് പിന്നെയും അനുവദിക്കുമെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിക്കും. തൽക്കാലം ശ്യാമ മാഡത്തിന് പകരം ഞാനത് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. മോളെ, ഞാനൊരു മ്യൂസിക് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാ. അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ? അയ്യോ, പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാല് സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. സംഗീതമായാലും നൃത്തമായാലും ഡിഗ്രി ഒന്നും അല്ലല്ലോ ആവശ്യം. കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തില് സംഗീതത്തിലും നൃത്തത്തിലും മോളുടേതായിട്ടുള്ള പഠനം തുടരുകയും ചെയ്യാം. സത്യമാണ് ഈ പറയുന്നൊക്കെ? പിന്നല്ലാതെ. ഇന്നലെ കണ്ട മാഡത്തിന് ചെറിയൊരു പരിചയമുള്ളൂ. അവരോടൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മാഡം ഇന്ന് തന്നെ എന്നെ വിളിക്കുന്നു. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യൂ? ഏറ്റവും വേണ്ടപ്പെട്ട ആള് തന്നെയാന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതാണോ? അത് അച്ഛനോടൊന്ന് ചോദിച്ചിട്ടല്ലാതെ ഞാൻ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാറില്ല. ഞാൻ പറയാം മാഡം. മതി, മോള് വരും, എനിക്കറിയാം. മാഡത്തിന്റെ പേരെന്താ? രാധികേ, ആരോടടി പാതിരാത്രിക്ക് നിന്ന് കഥ വിളമ്പുന്നത്? അത് മുത്തശ്ശി. പാത്രം കഴുകുന്നതിനിടയ്ക്ക് അവക്ക് ഫോണ്. ഇതൊക്കെ നീ ഇനി എപ്പ കഴുകാനാ? ഞാൻ ഇപ്പൊ തീർത്തോളാം. ഇനി മേലിൽ അടുക്കളയിലേക്ക് ഫോൺ കൊണ്ടുവരുന്നത് കണ്ടോ വാങ്ങിച്ച് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയും. ഒരു ഗുണവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങ് നടക്കും. മര്യാദയ്ക്ക് അത് കഴുകി തീർക്കടി. ഹലോ, സോറി മാഡം. ഞാനേ അച്ഛനോട് ചോദിച്ചിട്ട് മാഡത്തിനെ തിരിച്ചു വിളിക്കാം. ഞാൻ വെക്കുകയാണേ. ശരി. ഹലോ ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.